ഹലോ, അപ്പോൾ നമുക്കൊന്ന് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? എങ്ങനെയാണ് അറിയണോ? ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ. അതൊക്കെ അരിഞ്ഞു വന്നു. കൂന്തൽ, ഉള്ളികൾ, തക്കാളി, പച്ചമുളക്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഏത് പാനിലാണോ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൽ ഇടുക. അതിനുശേഷം മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് അത് അത്ര തോന്നിടുന്നത്, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും വേണ്ടുള്ളൂ. ഈസിയാണ്, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റെസിപ്പി പറഞ്ഞു തരുന്നത്. എന്നിട്ട് എന്തൊക്കെ പടം ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റൗവിലേക്ക് വെക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നില്ലെങ്കിൽ ഉമ്മാനെ വിളിക്കണം, അല്ലെങ്കിൽ വല്ല യൂട്യൂബ് ചാനൽ തുടങ്ങല്ലടോ കാണണം. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇനി ഉണ്ടാക്കാമല്ലോ. എങ്ങനെയുണ്ട് അതിൻ്റെ ഐഡിയ? സംഭവം എൻ്റെ ഫേവറേറ്റാണ് കൂന്തൽ റോസ്റ്റ്. ഞാൻ എപ്പോഴും ഈ മെത്തേഡ് തന്നെയാണ് ഉണ്ടാക്കുകയും ചെയ്യുക. പക്ഷെ ഞാൻ എപ്പോഴും മറക്കും, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ കാര്യത്തേക്ക് വരാം. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരും. അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ വേവ് നോക്കുക. അപ്പോൾ വെന്തോന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇഷ്ടംപോലെ ഇട്ടോളിയും, കാരണം കറിവേപ്പിലയാണ് ഇതിനൊരു ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് പിന്നെ കൂന്തൽ റോസ്റ്റ് ഒഴിക്കുക. അമ്മേ ഇപ്പോൾ പോയേന്നു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ പോയതൊക്കെ ഞാൻ അപ്പം തന്നെ തുടക്കും. എനിക്ക് ഇത് കഴിയാനുള്ളൊരു ക്ഷമൊന്നുമില്ല കേട്ടോ. എന്താ അങ്ങനെ? ഞാൻ തന്നെ ഉള്ളൂ ഇങ്ങനെ. എനിക്കതിങ്ങനെ ആയി കാണുമ്പോൾ എന്തൊക്കെയോ മനസ്സിനൊരു ഇടങ്ങാറാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അങ്ങനെ പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അങ്ങനെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡിയായി. മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.